എന്താണ് ഇലക്ട്രൽ ബോണ്ട്? എന്തുകൊണ്ടാണ് ഇലക്ട്രൽ ബോണ്ട് ഇപ്പോൾ ചർച്ചയാകുന്നത്? എന്തിനാണ് സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടിനെ നിയമവിരുദ്ധമാക്കിയത്? ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് നാം അറിയേണ്ടത് എന്തെല്ലാം? എടാ, നമ്മുടെ ഇന്ത്യയിലെ നിലവിലെ സാഹചര്യത്തിൽ വളരെയധികം ഇപ്പോൾ ഇലക്ഷനൊക്കെ വരികയാണ്. ഇലക്ഷനോടൊക്കെ അനുബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഇലക്ട്രൽ ബോണ്ട്. ഇപ്പോൾ വാർത്തകളിൽ അത് നിറഞ്ഞു നിൽക്കുകയും ചെയ്യണം. ഇപ്പോൾ സുപ്രീം കോർട്ട് അതിൽ ഒരുപാട് ഇടപെടലുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ പലർക്കും അതിനെക്കുറിച്ചിട്ട് അണവെയറാണ്. നമ്മളെപ്പോലുള്ള കുറച്ച് ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് അവബോധമുള്ളൂ, മനസ്സിലാവുന്നുള്ളൂ. അതെ. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ സൊസൈറ്റിയിൽ കുറച്ചുകൂടി അവെയർ ആക്കാനുള്ള രീതിയിലുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്താൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും ഒരു ഉത്തരമില്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുണ്ടാവുക? അത് എളുപ്പ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ധനസഹായം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഒരു മണി ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് കൊണ്ടുവന്നതാണ് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്. ഏകദേശം 2017 ഇത് കൊണ്ടുവരുന്നത്. അരുൺ ജെയ്റ്റ്ലി മന്ത്രിസഭയിലാണ്, അദ്ദേഹം ഫിനാൻസ് മിനിസ്റ്റർ ആവുന്ന സമയത്താണ് ഇത് കൊണ്ടുവരുന്നത്. പക്ഷെ അതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊണ്ടുവന്നപ്പോൾ മണി ബില്ല് രൂപത്തിലാണ് ഇത് കൊണ്ടുവന്നത്. അപ്പം രാജ്യസഭയ്ക്ക് അവിടെ കൂടുതൽ അധികാരങ്ങളില്ല. റെക്കമെൻഡേഷൻസ് മാത്രമല്ല കൊടുക്കാൻ പറ്റില്ല. മണി ബില്ലാണെങ്കിൽ രാജ്യസഭയ്ക്ക് റെക്കമെൻഡേഷൻ കൊടുക്കുക എന്ന് മാത്രമേ ഉപാധിയുള്ളൂ. അതാണ് ഇപ്പൊ ഈ ഗവൺമെന്റ് ചെയ്തു വന്ന, പലയിടത്തും ചെയ്തു വന്ന ഒരു സംഗതിയാണത്. രാജ്യസഭനെ ഒഴിവാക്കിയിട്ട് ബില്ല് ലോക്സഭയിൽ മാത്രം കൊണ്ടുവന്നിട്ട് ആ രീതിയിലുള്ള ഒരു അനോണിമിറ്റി വെച്ചിട്ടുള്ള ഒരു ഫണ്ടിങ് എനിക്ക് ഇന്ത്യയിൽ മാത്രം തോന്നുന്നില്ലേ? അതിനകത്തൊരു കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും ഇതിനകത്ത് കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു അവര് നൽകിയിട്ടുള്ള ഒരു നിർവചനം എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻസി ആയിട്ട് ഇത് കൊണ്ടുവരണമെന്നാണ് അവര് പറഞ്ഞേക്കുന്നത്. അതിന്റെ തീരെ ട്രാൻസ്പെറൻസി ഇല്ലാത്തൊരു സംഗതി അത് അത്രയും സുതാരവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമായിട്ട്. പിന്നീട് ഇതില് RPA ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951. അതിലും പിന്നെ ഇൻകം ടാക്സ് ആക്ട് 1961 ഇതോട് സംബന്ധിച്ച് അവരൊരു അമെൻമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ അമെൻമെന്റ് കൊണ്ടുവന്നതിന് ശേഷമാണ് ഇവര് ഇതിപ്പോ ഈ രണ്ട് കേസ് പറഞ്ഞത് നിയമങ്ങളുമായി ബന്ധപ്പെട്ടല്ല. ഇപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ഇതിനെന്തെങ്കിലും വൈരുദ്ധ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതെങ്കിലും സുപ്രീം കോർട്ട് അത് പറയുന്നുണ്ടോ അതിനെ കുറിച്ചിട്ട്? കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും? ആർട്ടിക്കിൾ 14 ഇതിനെ സാരമായി ബാധിക്കുന്നുണ്ട്. അതുപോലെ ആർട്ടിക്കിൾ 19(1)(a) അതെ, ഫ്രീഡം ഓഫ് സ്പീച്ച്, റൈറ്റ് ടു നോ എന്നാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് നമ്മളെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 മൻമോഹൻ സിംഗ് സർക്കാർ കൊണ്ടുവന്നതാണ്. അപ്പോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിസിൽ ബ്ലോവേഴ്സിനെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതെന്ന് പറയുമ്പോൾ അതുമായിട്ട് എനിക്കിതൊരു കോൺട്രഡിക്ഷൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇതൊരു അനോണിമിറ്റി ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ് പലപ്പോഴും പല മേഖലകളിൽ നിന്നും അഭിപ്രായങ്ങൾ വരുന്നത്. മെയിനായിട്ട് ഇത് ആർക്ക് കിട്ടി എന്നത് മാത്രമേ ഉള്ളൂ ഇതുവരെ അറിഞ്ഞിരുന്നത്. അത് ആര് തന്ന് അതിനെ കുറിച്ചിട്ട് ഇപ്പോൾ സുപ്രീം കോടതിന്റെ ആ ഒരു ഇടപെടല് കാരണം SBI ഇപ്പോഴാണ് അതിനെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് അത് കൊടുക്കുന്നത്. പക്ഷെ എന്നാലും അത് പരിപൂർണമായിട്ടില്ല. അതിലും അത് ഒന്നും കൂടി ഡീപ്പായിട്ട് നോക്കുമ്പോൾ പല കമ്പനികളൊക്കെ പുതുതായി ഉണ്ടാക്കിയ പോലെ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പല കാര്യങ്ങളിലും. അതെ. പക്ഷെ ഈ 2017 ശേഷമാണല്ലോ ഇപ്പൊ ഈ ബില്ല് വരുന്നത്. അതെ. 17 മുന്നേ അതെങ്ങനെയായിരുന്നു നിലവിലുണ്ടിരുന്നപ്പോ? അത് പ്രശ്നം ഉണ്ടായില്ല. അത് ഒരു കമ്പനി ഇപ്പം ഇലക്ട്രൽ ബോണ്ട് പൈസ നമ്മളിപ്പം SBI ആണ് ഇതിന് നിയോഗപ്പെടുത്തിയിരിക്കുന്നത്. അത് എല്ലാ SBIയിലും ഡൽഹിയിൽ മാത്രം ഇതിനെ നിയോഗപ്പെടുത്തിയിട്ട് അവിടെ നിന്നാണ് ഈ ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. ഇപ്പം എനിക്ക് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ഞാൻ വേറൊരാളുമായിട്ട് ചേർന്നോ അല്ലെങ്കിൽ ഒരു കമ്പനിക്കോ നമുക്കിപ്പം എന്ത് ചെയ്യാം, ഇലക്ട്രൽ ബോണ്ട് വാങ്ങാൻ സാധിക്കും. അപ്പോൾ അത് വാങ്ങുമ്പോൾ ഒരു ഡിനോമിനേഷൻ ഉണ്ട്, അതായത് ആർക്ക് വേണേലും വാങ്ങാം. അപ്പോൾ അത് വെളിപ്പെടുത്തത്തില്ല എന്നായിരുന്നു ആദ്യമേ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ സുപ്രീം കോടതി അവിടെ സ്ട്രക്ക് ചെയ്യുന്നുണ്ട്. അതിന് കാരണമാണ് നമ്മൾ ഈ പറഞ്ഞ
ആർട്ടിക്കിൾ 19(1)(a) എന്ന് പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെയാണ്, എത്ര രൂപയാണ് ഒരു ബോണ്ട് വരുന്നത്? അങ്ങനെ 2017 മുമ്പ് വരെ 20,000 മേളിൽ പൈസ വരികയാണെങ്കിൽ നമ്മൾ ആരാണ് കൊടുത്തത്, എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് ഉള്ളതെല്ലാം വെളിപ്പെടുത്തണമായിരുന്നു. ഇപ്പം ഈ 2022 ഒരു അമെൻമെന്റ് കൊണ്ടുവന്നതിന് ശേഷം എത്ര പൊളിറ്റിക്കൽ ഫണ്ട് വന്നു എന്ന് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇല്ല, അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, അത് പ്രകാരം എനിക്ക് തോന്നുന്നത് ഈ ഡിഫൻസ് അതുപോലെ തന്നെ ഒരു സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള സെക്ടേഴ്സിലെ ഇൻഫർമേഷൻസ് മാത്രമേ ഗവൺമെന്റിന് അനോണിമസ് ആയിട്ട് കീപ്പ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. അതെ അതെ അതെ, ഇത് ജനങ്ങൾ ഇടപെടുന്ന മേഖലയാണല്ലോ. അതാണ് ഒരു രാഷ്ട്രീയ പാർട്ടി മത്സരിക്കുമ്പോ അല്ലെങ്കിൽ ആ വ്യക്തി മത്സരിക്കുമ്പോ ആ വ്യക്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ജനങ്ങൾക്ക് അറിയണ്ടേ. എന്നാലേ ആ വ്യക്തി എങ്ങനെയുള്ള ആളാണ്, ആ വ്യക്തിക്ക് എത്രത്തോളം സാമ്പത്തിക ബാക്കപ്പ് ഉണ്ട്, അതൊക്കെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അത് വെച്ചിട്ടല്ലേ നമ്മൾ വോട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഡെമോക്രാറ്റിക് കൺട്രി ആണല്ലോ, ജനങ്ങൾ അറിയണം, വോട്ട് ചെയ്യുന്നത് അവരെ റൈറ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം അതിലും വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ പൊളിറ്റിക്കൽ ഫണ്ട് നൽകിയിട്ടുള്ള കമ്പനികളുടെ പേരുവിവരങ്ങൾ ഇപ്പൊ വന്നതിനകത്ത് മിക്കതും ED അന്വേഷണം നേരിട്ട അത് ഭയങ്കര സർക്കാസാണ്. ED അന്വേഷണം നേരിട്ട കമ്പനികളാണ്. അത് ഒന്നെങ്കിൽ ED അന്വേഷണം നേരിട്ടിട്ട് അതിന് തൊട്ട് പുറകെയായിട്ട് ഒരു 2, 3, 4 ദിവസം കഴിഞ്ഞിട്ട് നൽകുന്നത്, അതല്ലെങ്കിൽ മുന്നോടിയായിട്ട് ED അന്വേഷണം വരുമെന്ന് അറിഞ്ഞിട്ട് അതിലോട്ട് ഫണ്ട് നൽകിയിട്ടുള്ളതാണ്. അപ്പം ഇതിനകത്ത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫണ്ട് ലഭിച്ചിട്ടുള്ള എനിക്ക് തോന്നുന്നു BJP ആണെന്ന്. പിന്നെ 6,000 കോടിയോളം രൂപ. 6,000 കോടിയോളം. പിന്നെ അത് മാത്രല്ല, ഈ അംബാനി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഇപ്പൊ സുപ്രീം കോടതി അത് പറഞ്ഞ സമയത്ത് പക്ഷെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവരൊന്നും ഫണ്ട് ചെയ്തിട്ടില്ല. പക്ഷെ അത് നമ്മള് സൂക്ഷ്മമായിട്ട് അതിനെ വിലയിരുത്തണം. കാരണം വെച്ച് കഴിഞ്ഞാല് ഈ അംബാനിയുടെയും അദാനിയുടെയും ഒക്കെ കോർപ്പറേറ്റുകളുടെ ഷെൽ കമ്പനീസ് പല രാജ്യങ്ങളിലും അവർ കൊണ്ടുവന്നിട്ട് അതിൽ നിന്നാണ് ഫണ്ടിങ് വന്നിരിക്കുന്നത്. ശരിയാണ്, മനസ്സിലായോ? അപ്പൊ നമ്മള് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോ അംബാനി അദാനി ഒന്നും അതിലില്ല. പക്ഷെ ശരിക്കും നമ്മളെ ഡീപ്പായിട്ട് നമ്മള് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോ അത്തരം കമ്പനികളൊക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് അതിന്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടായിരിക്കും. പിന്നെ പല മേഖലകളിലെ ലിബറലൈസേഷൻസ് ഉണ്ടാവുമല്ലോ. അതെ അതെ, എന്തായാലും ട്രാൻസ്പെറൻസി എന്നൊരു സാധനം വെറും എന്താ പറയാ, ഇതില് ഇപ്പൊ കൊണ്ടുവന്ന ഈ ബില്ലില് എന്ത് ട്രാൻസ്പെറൻസി ആണ്? എല്ലാം ട്രാൻസ്പെറൻസിക്ക് അടിസ്ഥാനമായിട്ടാണല്ലോ അതിന്റെ കാര്യങ്ങൾ. പക്ഷെ ഇതിന്റെ വേറൊരു വശം എന്ന് പറയുന്നത്, ഇപ്പൊ അവര് ഇത് ബില്ല് കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടി, ഇപ്പൊ നമ്മള് ഇപ്പൊ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഇപ്പൊ ഇന്ത്യയിൽ ഭരിക്കുന്നത്. അപ്പൊ BJPക്ക് ഫണ്ടിങ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അല്ലെങ്കിൽ BJP അല്ല, ഓപ്പോസിഷനിൽ നിൽക്കുന്നത് കോൺഗ്രസ്. അപ്പൊ കോൺഗ്രസ് പാർട്ടിക്ക് ഫണ്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് BJPക്കാര് ഈ BJPയുടെ അതായത് ഗവൺമെന്റിന്റെ ഒരു പബ്ലിക് സെക്ടർ ബാങ്ക് ആണല്ലോ SBI എന്ന് പറയുന്നത്. അപ്പൊ ഗവൺമെന്റിന് ഇതിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. അതൊരു അതിന്റെ ഒരു ലൂപ്പോളാണ്. അപ്പൊ ആ ഒരു ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ കോൺഗ്രസിന് ഫണ്ട് കൊടുത്തത് ആരാണ്, അല്ലെങ്കിൽ ബാക്കി തൃണമൂൽ കോൺഗ്രസിന് ഫണ്ട് കൊടുത്തത് ആരാണ്, അല്ലെങ്കിൽ SPക്ക് ഫണ്ട് കൊടുത്തത് ആരാണ്, അവിടെ അതെ. അപ്പൊ ആ ഒരു പോയിന്റ് വെച്ചിട്ട് ഇവർക്ക് EDനെ NIAനെ CBIനെ എന്താ വെച്ചാൽ വിടാലോ. പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിന് തൊട്ടു മുമ്പ് നടന്നിട്ടുള്ള ജനറൽ ഇലക്ഷനിലെ 1% വോട്ട് വാങ്ങിയ രജിസ്ട്രേഡ് പാർട്ടിക്ക് മാത്രമേ ബോണ്ട് നൽകത്തുള്ളൂ. അവർക്ക് മാത്രമേ ബോണ്ട്, അതൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് അവർ വെച്ചിട്ടുണ്ട്. 1% വോട്ട് കിട്ടണം. എന്തായാലും ഇത് നമ്മളെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. കാരണം ഇലക്ഷൻ വരികയാണ്. ഇപ്പൊ BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ 80% ഫണ്ടിങ്ങും BJPക്കാണ് കിട്ടിയിരിക്കുന്നത്, ഭരിക്കുന്ന പാർട്ടിക്കാണ് കിട്ടിയിരിക്കുന്നത്. അവരിനി അതെങ്ങനെ ഇലക്ഷനിൽ ഉപയോഗിക്കുന്നു? ഇപ്പൊ കണക്കുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ ഒരു മണ്ഡലത്തിൽ 10 കോടി വെച്ച് ചെലവഴിക്കാനുള്ള പൈസ അവരെടുത്തിട്ടുണ്ട്. അതാണ് ഇതിന്റെയൊക്കെ ഭീകരത നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ജനാധിപത്യത്തെ ഒരു പണാധിപത്യം എങ്ങനെ അട്ടിമറിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രൽ ബോണ്ട്. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി അതിൽ വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് ഇടപെട്ടിട്ടുള്ളത്. അപ്പൊ അതില് സുപ്രീം കോടതി നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ തോന്നുന്നു. പിന്നെ ഇതിൻ്റെതായിട്ടുള്ള വേറെ എന്തെങ്കിലും പോസിറ്റീവ് വശങ്ങൾ വല്ലതും പറയാനുണ്ടോ? അതോ ഇതിങ്ങനെ ചെയ്യുന്നോണ്ട്
പോസിറ്റീവായിട്ട് ഇപ്പൊ അവർ പറഞ്ഞത് ഇപ്പൊ അത് മെയിൻ ആയിട്ട് ഇതാണ്. ഇപ്പൊ ഈ ഭരിക്കുന്ന പാർട്ടികളിൽ നിന്നും മറ്റ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ഒരു അനോണിമിറ്റി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഫണ്ടിങ് എളുപ്പമായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അതല്ലാതെ വേറെ എന്തെങ്കിലും പോസിറ്റീവ് വശങ്ങൾ എനിക്കുള്ളതായിട്ട് തോന്നുന്നില്ല. കൂടുതൽ പോസിറ്റീവ് വശങ്ങളിലോട്ട് നമുക്ക് അതിന് ട്രാൻസ്പെറൻസി ഇല്ലല്ലോ, അതന്നെ ഭയങ്കര പ്രശ്നമാണ്. അതെനിക്ക് മനസ്സിലാക്കാനല്ലേ ആ ഒരു പോയിന്റിൽ ഊന്നിക്കൊണ്ടാണ് ഇങ്ങോട്ട് ഈ ഒരു നടപടി സ്വീകരിച്ചത്. റൈറ്റ് ടു നോ എന്നുള്ള ഒരു ഉപാധി വെച്ചിട്ടാണ് അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്തത്. അതെ. അപ്പോ ഇത്രയാണല്ലോ അപ്പൊ നമുക്ക് പറയാനുള്ളത്. ഇപ്പൊ ഇതിനെ പറ്റിയിട്ട് വേറെ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിൽ കൂടുതൽ നമ്മൾ പറഞ്ഞത് അതിപ്പോ നമുക്ക് പല മീഡിയാസിലും ഒക്കെ ലഭിക്കാനൊക്കെ ഉണ്ട്. അത് ആ രീതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഗൂഗിളിലൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ ഭയങ്കര അതിന്റെ ടെക്നിക്കൽ പലർക്കും മനസ്സിലാവില്ല. അതാണ് ഇത്. ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് ഇപ്പൊ 1000-ന്റെയും 1,00,000-ന്റെയും 10,00,000-ന്റെയും 1 കോടിയുടെയും അങ്ങനെയാണ് പോകുന്നത് ആ ഒരു ബോണ്ടിന്റെ. അതെ. അത് മാത്രല്ല ഇപ്പം ബോണ്ടിന് 15 ദിവസമായി കാലാവധിയുള്ളൂ. ആ 15 ദിവസം കഴിഞ്ഞ് ഇപ്പം ബോണ്ട് ഇഷ്യൂ ഒരാള് പൈസ നൽകിയിട്ടുണ്ടെങ്കിൽ ആ ബോണ്ട് 15 ദിവസത്തിനകത്ത് രജിസ്റ്റേർഡ് പാർട്ടി ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നേരെ പ്രധാനമന്ത്രിയുടെ PM കെയറിലോട്ട് പോകും. ഓ, അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ടല്ലേ ഇതില്. മറ്റേ CSR ഫണ്ടിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ CSR ഫണ്ട് ഇപ്പൊ കോവിഡിന്റെ സമയത്ത് CSR ഫണ്ടിലേക്ക് CSR ഫണ്ടായിട്ട് നമ്മൾ എന്തെങ്കിലും PMKSലേക്ക് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാല് അത് CSR ഫണ്ടായിട്ട് കൂട്ടുകയാണ്. അപ്പൊ അത് ഡയറക്റ്റ് ഗവൺമെന്റിന്റെ ഇതിലേക്ക് എന്നുള്ള ഒരു, അതല്ലാതെ ഈ CSR ഫണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇനീഷ്യേറ്റീവ് എടുത്ത് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വെൽഫെയർ ആയിട്ടുള്ള വല്ല സ്കീമുകളോ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഇവിടെ കൊച്ചിയിൽ BPCയിൽ, അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 കോടിയാണ് അവർക്ക് വരുമാനം എന്ന് പറയുന്നത്. അപ്പം അതിൽ അവർ 25 ലക്ഷം രൂപ, ഏതാണ്ട് 10% അടുത്ത് പൈസ അവർ ചെലവഴിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും പൈസ വെച്ചിട്ട് അവർ അടുത്തുള്ള സ്കൂളുകളിൽ പിള്ളേർക്ക് യൂണിഫോം വാങ്ങാൻ, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ പൈസ ശരിക്കും പറഞ്ഞാൽ പൈസ കൊണ്ടിടുന്ന ഒരു സ്കീമായിട്ട് CSR ഫണ്ട് മാറുന്ന, അല്ലെങ്കിൽ ബാക്കി ഫണ്ടിങ് സ്കീമുകളൊക്കെ, ഫണ്ടിങ്ങിന്റെ കാര്യങ്ങളൊക്കെ വെറും ഒരു പൈസ കൊണ്ട് PMKSൽ നിക്ഷേപിക്കുന്നത് പോലെയുള്ള പദ്ധതികളിലേക്കായിട്ട് ചുരുങ്ങി പോയി. അതായത് ജനങ്ങളിലേക്ക് നേരിട്ട് എത്തുന്നതിന് പകരം അത് ഡയറക്റ്റ് എക്സിക്യൂട്ടീവിന്റെ അടുത്തോ ഗവൺമെന്റിന്റെ അടുത്തോ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവിന്റെ അടുത്തോ കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് ചോദ്യം ചെയ്യാനും പറ്റില്ല. ഏറ്റവും വലിയ അല്ല, ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോ പിന്നെ CBI എല്ലാം ഇപ്പോ വരിഞ്ഞു മുറുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇലക്ഷൻ കമ്മീഷന്റെ കാര്യം തന്നെ കണ്ടില്ലേ. അത് അതും ഗൗരവമായ വിഷയമാണ്. അതെ, ചർച്ചയായിട്ട് നമുക്ക് പിന്നെ നമുക്ക് അത് അടുത്ത എപ്പിസോഡിൽ വേണമെങ്കിൽ നോക്കല്ലേ. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് കേട്ടോ. ഇപ്പൊ ജഡ്ജി രാജിവെച്ച് ഇപ്പൊ മത്സരിക്കാൻ പോവാ, അത് വേറൊരു വിഷയം. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ ചർച്ച വൈൻഡപ്പ് ചെയ്താലോ. ഓക്കെ, താങ്ക് യു.